ഹായ് ട്രേഡേഴ്സ്, എല്ലാവർക്കും ഫ്യൂച്ചർ സ്റ്റഡി അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഒരു ചാനലിൽ മെയിനായിട്ട് നോക്കുന്നത് പ്രൊപ് ഫെയിം റിലേറ്റഡ് അല്ല അഥവാ ഫണ്ടഡ് ഫെയിംസ് റിലേറ്റഡ് ആയ ലേറ്റസ്റ്റ് ന്യൂസുകൾ, പുതിയ ഫെയിംസിന്റെ റിവ്യൂ കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. അതിൽ തന്നെ ഈ അടുത്ത് ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്ന ഫണ്ടഡ് ഹൈവ് എന്ന് പറയുന്ന ഒരു കമ്പനിയെ കുറിച്ചുള്ള അവരുടെ പേ ആഫ്റ്റർ പ്രോഫിറ്റ് എന്ന് പറയുന്ന ഒരു പ്ലാനും ടോപ്പ് 1 ട്രേഡറുടെ പേ ആഫ്റ്റർ പാസ് എന്ന് പറയുന്ന നോവ ചലഞ്ചിന്റെ പ്ലാനിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഈ ഒരു ചലഞ്ചിലൂടെ നോക്കുന്നത്. ഫണ്ടഡ് ഹൈവ് നമുക്ക് അറിയാം, ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്ന ഒരു ഫെയിമാണ്. അവർ കുറച്ച് എന്താ പറയാ പുതിയ രീതിയിലൊക്കെയാണ് അവരുടെ പ്ലാൻസ് കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നേക്കുന്നത്. അതുപോലെ തന്നെ ഡെയിലി പേ ഔട്ട് കാര്യങ്ങളുണ്ട്. ഇവരുടെ പേ ഔട്ട് റിക്വസ്റ്റ് കാര്യങ്ങളെല്ലാം കൊടുത്താൽ 60 സെക്കൻഡ്സിനുള്ളിൽ തന്നെ പേ ഔട്ട് ക്രെഡിറ്റ് ആവും എന്നാണ് നമ്മൾ ഇവരുടെ റിവ്യൂ കാര്യങ്ങളെല്ലാം നമ്മളൊന്ന് മറ്റു ഇതിലെല്ലാം നോക്കുമ്പോൾ കാണുന്നതായിട്ട് സാധിച്ചേക്കുന്നത്. അതേപോലെ തന്നെ ഇവരുടെ അക്കൗണ്ട് എടുക്കുന്നതെല്ലാം ബിനാൻസ് ത്രൂള്ള ഒരു ബ്ലോക്ക് ചെയിൻ മോഡലിലാണ് ഇവരുടെ അക്കൗണ്ട് കാര്യങ്ങൾ, അതുപോലെ പേ ഔട്ട് കാര്യങ്ങളെല്ലാം മാനുവലി റിവ്യൂയിങ് ഇല്ല, ഓട്ടോമാറ്റിക് തന്നെ അപ്പൊ തന്നെ അപ്രൂവൽ കിട്ടുന്നു എന്നുള്ളതാണ് ഇവർക്ക് ഏറ്റവും നല്ല അട്രാക്റ്റീവ് ആയിട്ട് തോന്നി. അതേപോലെ തന്നെ കൂടുതൽ പേര് എന്നോട് റിക്വസ്റ്റ് ചെയ്ത ഒന്നാണ് ഫണ്ടഡ് ഹൈവിന്റെ പേ ആഫ്റ്റർ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. നമുക്ക് പ്രോഫിറ്റ് കിട്ടിയതിനു ശേഷം ചലഞ്ച് ഫീസ് അടച്ചാൽ മതി എന്നുള്ള ഒരു പ്ലാൻ ഉണ്ട്. അപ്പൊ ആ ഒരു പ്ലാനിന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിപ്പോ അതിൽ ഫണ്ടഡ് ഹൈവിന് നമുക്ക് 1 സ്റ്റെപ്പ് ചലഞ്ച് ഉണ്ട്, 2 സ്റ്റെപ്പ് ചലഞ്ച് ഉണ്ട്. പേ ഫ്രം പ്രോഫിറ്റ് എന്ന് പറയുന്നത് ടോപ്പ് 1 ട്രേഡറിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് $7 വരുന്നത്. അതിൽ ഒരൊറ്റ ഇതേ ഉള്ളൂ, അതായത് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഫസ്റ്റ് ഫേസ് മാത്രമുള്ള ഇതാണ്. അതിനുശേഷം നമുക്ക് ഫണ്ടഡ് അക്കൗണ്ടിലേക്ക് മാറുന്ന ഒരു പ്ലാനാണത്. ഫണ്ടഡ് ഹൈവില് നമുക്ക് 2 പ്ലാൻസ് ഉണ്ട്, 1 സ്റ്റെപ്പ് ഉണ്ട്, 2 സ്റ്റെപ്പ് ഉണ്ട്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഫണ്ടഡ് ഹൈവിന്റെ 1 സ്റ്റെപ്പിൽ എങ്ങനെയാണ് അതിന്റെ പ്ലാൻ സെറ്റപ്പ് കാര്യങ്ങൾ നോക്കാം. ആദ്യമേ തന്നെ ഞാനൊരു കാര്യം പറയാം. നമുക്കിപ്പോൾ 5K മുതൽ 10K ഏറ്റവും കൂടുതൽ ആൾക്കാർ ചൂസ് ചെയ്യുന്ന ഒരു അക്കൗണ്ട് സൈസ് 5K ആയിരിക്കും. വേറെ ഒന്നും ഉണ്ടായിരിക്കില്ല, അവരുടെ കയ്യിലുള്ള എമൗണ്ട് വെച്ചിട്ടുള്ളതായിരിക്കും. പക്ഷേ ഈ 5K എടുക്കുന്ന ആൾക്കാർ എപ്പോഴും ഫെയിലായി പോകുന്നതായിട്ടാണ് ഇവരുടെ മിക്ക ഫെയിംസിന്റെ ഒരു 1 ഇയർ ഒക്കെയുള്ള ഡാറ്റ അനാലിസിസ് ചെയ്യുമ്പോൾ അവരെല്ലാവരും ഏറ്റവും കൂടുതൽ പറയുന്നത് 25K മുകളിലാണ് നല്ല വിന്നിംഗ് റേഷ്യോസും സക്സസ് റേഷ്യോസും കൂടുതലായിട്ട് ഉള്ളത്. മിക്കവരും ഫസ്റ്റ് ഫേസ് പാസ്സായി കിട്ടുന്നുണ്ട് മിക്കവരും, അതിന്റെ ഇത്ര പെർസെന്റേജ് ഉണ്ട്. അതിനുശേഷം സെക്കൻഡ് ഫേസിലേക്ക് വരുമ്പോൾ അതിന്റെ ഹിസ്റ്ററി വെച്ച് നോക്കുമ്പോൾ സെക്കൻഡ് ഫേസിലേക്ക് ആളുകൾ പാസ്സാവുന്നത് വളരെ കുറവാണ്. അതേപോലെ തന്നെ നമുക്ക് ലൈവ് അക്കൗണ്ട് കിട്ടുമ്പോൾ സാധാരണ ചെയ്യുന്ന രീതിയിലല്ല ആൾക്കാർ ചെയ്യുന്നത്. അപ്പൊ അതൊരു നിങ്ങളെല്ലാവരും ഒരു മൈൻഡ് മാറുകയാണ്. നമ്മുടെ മുകളിലുള്ള പേയ്മെന്റുകൾ, മറ്റ് EMI കാര്യങ്ങൾ അടയ്ക്കാനുള്ള ധൃതി, മുകളിൽ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ അനാവശ്യ ട്രേഡിലേക്കൊക്കെ ചെന്ന് ചാടുന്നുണ്ട്. നിങ്ങൾ എങ്ങനെയാണോ ഫസ്റ്റ് ഫേസിനെ നിങ്ങൾ നേരിട്ടത് അതേ രീതിയിൽ തന്നെ ആയിരിക്കണം നിങ്ങൾ ലൈവ് അക്കൗണ്ടിലേക്കും വരുമ്പോഴും ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടത്. അത് നമ്മൾ സ്ട്രാറ്റജി മാറ്റേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നമുക്ക് വരാനുള്ള എമൗണ്ടുകൾ EMI അത് ഇതൊക്കെ ഓർത്ത് നമ്മൾ അനാവശ്യ ട്രേഡിലേക്കൊക്കെ പോകും. പരമാവധി നിങ്ങളൊരു പേ ഔട്ട് ഇതെടുക്കുന്നത് 1 ഡേ പേ ഔട്ട് എന്നുള്ള പരിപാടി പരമാവധി ഒഴിവാക്കുക. എൻ്റെ ഒരു ഹിസ്റ്ററി വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ 1 ഡേ പേ ഔട്ടിലേക്കൊക്കെ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് കാശ് കിട്ടാൻ വേണ്ടിയിട്ട് അനാവശ്യ ട്രേഡ് എടുക്കും. നമുക്കൊരു $100 ഉണ്ടാക്കിയാൽ നമുക്ക് ചിലപ്പോൾ 1 ഡേ പേ ഔട്ട് കിട്ടുമല്ലോ എന്ന് കരുതിയിട്ട്. പക്ഷെ അതേസമയം നമ്മളൊരു 7 ദിവസത്തേക്ക് 14 ദിവസത്തേക്ക് നമ്മൾ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് നമ്മളൊരു പയ്യെ ചെയ്യാനൊക്കെ ഒരു ശ്രമം നടത്തുന്നു. അപ്പൊ എപ്പോഴും നിങ്ങളൊരു ഡെയിലി പേ ഔട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മളെപ്പോലുള്ള ഇപ്പൊ എന്താ പറയാ ഫണ്ട് ഫെയിംസ് ഒക്കെ എടുത്തു വരുന്ന ഒരു പുതിയ ഒരാൾ പ്രത്യേകിച്ച് ഡെയിലി പേ ഔട്ടുള്ള കമ്പനികളിൽ നിന്നും അപ്രൂവൽ എടുക്കാതിരിക്കുന്നത് ഏറ്റവും നല്ലത്. ഇവിടെ നമുക്ക് ഫണ്ടഡ് ഹൈവിന് നോക്കുകയാണെങ്കിൽ 2 പ്ലാൻ ആണുള്ളത്, ഒന്ന് 1 സ്റ്റെപ്പ്, ഒന്ന് 2 സ്റ്റെപ്പ്. നമുക്ക് 1 സ്റ്റെപ്പ് ആണ് നമുക്ക് ടോപ്പ് 1 ട്രേഡറിലും 1 സ്റ്റെപ്പ് ആണ് ഉള്ളത്. നമുക്ക് ആദ്യം ഫസ്റ്റ് ഒരു 2 സ്റ്റെപ്പിന്റെ ജസ്റ്റ് വെരിഫിക്കേ ഇത് നോക്കിയിട്ട് നമുക്ക് 1 സ്റ്റെപ്പ് വെച്ചിട്ട് ടോപ്പ് 1 കമ്പയർ ചെയ്യാം. 2 സ്റ്റെപ്പിൽ നമുക്ക് 50K വരുന്ന എമൗണ്ട് $75 ആണ് നമുക്ക് ഫസ്റ്റ് ടൈം അടയ്ക്കേണ്ടതായിട്ട് വരുന്നത്. പ്രോഫിറ്റ് ടാർഗറ്റ് എന്നത് 8% വരുന്നുണ്ട്. നമുക്ക് സെക്കൻഡ് ഫേസിലേക്ക് 6% വരുന്നത്. മാക്സിമം ഡെയിലി ലോസ് 5% ആണ്, ഡെയിലി ലോസ് ആണ് വരുന്നത്. എൻഡ് ഓഫ് ദ ഡേ ആണ് കാണിക്കുന്നത്. ഓവറോൾ ലോസ് വരുമ്പോൾ നമുക്ക് 10% ആണ് വരുന്നത്. അപ്പൊ അത് നോക്കാം. ഓവറോൾ ലോസ് നമുക്ക് 10% വരുന്നുണ്ട്. മാക്സിമം ലോസ് ട്രേഡ് 3% ആണ് മാക്സിമം, അതായത് ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ മാക്സിമം ലോസ് വരുത്താൻ എന്നുള്ളത് 3% ആണ്. പ്രോഫിറ്റ് സ്പ്ലിറ്റ് നമുക്ക് ഫസ്റ്റ് ഫേസ് സെക്കൻഡ് ഫേസിൽ ഇല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ 80% ഉണ്ട്. ഹൈ കോയിൻ റീഫണ്ട് ആയിട്ട് നമുക്ക് 200% നമുക്ക് ഫണ്ടറിലേക്ക് വരുമ്പോൾ കിട്ടുന്നത്. ന്യൂസ് ട്രേഡിംഗ് അലൗഡ് ആണ്. അതേപോലെ 1:50 ആണ്, 1:50 ആണ് എല്ലാ പ്ലാനിലും. ഫസ്റ്റ് ഫേസ് സെക്കൻഡ് ഫേസ് ഫണ്ടറിലും 1:50 ആണ് എക്സ്പോഷർ ലിവറേജ് വരുന്നത്. കൺസിസ്റ്റൻസി റൂൾ ഇല്ല എന്നുള്ളത് ഈ ഒരു പ്ലാനിൽ അട്രാക്റ്റീവ് ആണ് മറ്റ് കമ്പാരിസൺ നടത്തുമ്പോൾ. അതേപോലെ വീക്കെൻഡ് ഹോൾഡിംഗ് അലൗഡ്. ഇവിടെ നമുക്ക് ഫണ്ടറിലേക്ക് വരുമ്പോൾ വീക്കെൻഡ് അലൗഡ് അല്ല. പ്രോഫിറ്റബിൾ ഡേയ്സ് 3 ഡേയ്സ് വേണം ഫസ്റ്റ് ഫേസും സെക്കൻഡ് ഫേസും വരുമ്പോൾ. ഇനി ഇവിടെ ഒരു റിസ്ക് കാറ്റഗറി ഇവർ നിശ്ചയിച്ചിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടാണ് പേ ഔട്ടിന്റെ ഒരു ഡിവൈഡ് ചെയ്യുന്നത്, പെർസെൻറ്റേജ് ഡിവൈഡ് ചെയ്യുന്നത്. ലോ റിസ്ക് 1% ആണ് ഫണ്ടിൽ നമുക്ക് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് പ്രോഫിറ്റിന്റെ 100% ആണ് നമുക്ക് കിട്ടുന്നത്. മോഡറേറ്റ് റിസ്ക് 2% ആണെങ്കിൽ 100% കിട്ടും. നമുക്ക് 2.5 മുതൽ 3 ആണെന്നുണ്ടെങ്കിൽ 50% ആയി പ്രോഫിറ്റിൽ നമുക്ക് വിഡ്രോവൽ കാര്യങ്ങളെല്ലാം കിട്ടുന്നത്. ഇതിപ്പോ നമ്മൾ നോക്കിയത് 2 സ്റ്റെപ്പ് വെച്ചിട്ടാണ്. ഇനി 1 സ്റ്റെപ്പിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ
പ്രോഫിറ്റ് ടാർഗറ്റ് 10% വരുന്നത്. നമുക്ക് ഇവിടെ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ഇവര് പ്ലാറ്റ്ഫോം വരുന്നത് മെറ്റാട്രേഡർ 5ഉം ട്രേഡ് ലോക്കറാണ്. ഫണ്ടഡൈവിൽ നമുക്ക് സി ട്രേഡർ ആണ് വരുന്നത്. അതേപോലെ അവരൊരു എ ബുക്ക് ബ്രോക്കർ ആണെന്നുള്ള രീതിയിലാണ് ഇതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. അതേപോലെ പേ ഔട്ടിനൊന്നും വേറെ നമ്മൾ കാത്തു നിൽക്കണ്ട എന്നുള്ളതാണ് മെയിൻ ആയിട്ട് നമ്മൾ ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് കണ്ടത്. ഇനി നോവ ചലഞ്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 50K നമുക്ക് $7. അപ്പൊ നമുക്ക് എല്ലാ പ്ലാൻസിലും $7 കൊടുത്തേച്ചാൽ മതി കേട്ടോ. അപ്പൊ അത് നമുക്ക് അവിടെ നമുക്ക് 50K വൺ സ്റ്റെപ്പിൽ നമുക്ക് 50K എത്ര വരുന്ന ഫണ്ട് ഡൈവ് എന്നുള്ളത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് $149 അടയ്ക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. $149 എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു 25K 2 സ്റ്റെപ്പുള്ള നോർമൽ അക്കൗണ്ടിന് വെച്ചിട്ടുള്ള ഒരു എമൗണ്ടിന്റെ അടുത്തൊക്കെ ഏകദേശം വരുന്നുണ്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കാം. അപ്പൊ $149 വരുന്നുണ്ട്. ഇനി ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 50K ഇവിടെ $275 ആണ് വരുന്നത്. അപ്പൊ അത് രണ്ടും കൂടി കമ്പാരിസൺ നടത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഇത് നമുക്ക് $7 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. വൺ സ്റ്റെപ്പ് ആണ്, ഓരോ സ്റ്റെപ്പിലും ഇത് പ്രോഫിറ്റ് ടാർഗറ്റ് 5% വരുന്നത്. മാക്സിമം ട്രെയിലിംഗ് ഡ്രോഡൗൺ ആണ്. ഇതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുക. മാക്സിമം ട്രെയിലിംഗ് ഡ്രോഡൗൺ ഇച്ചിരി ട്രാപ്പുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. അതേപോലെ മറ്റൊരു ട്രാപ്പാണ് ഇവരുടെ, എനിക്ക് പെട്ടെന്ന് ഇവരുടെ ESS അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ESS വെച്ചിട്ടാണ് ഇക്വിറ്റി സ്റ്റെബിലിറ്റി സ്കോർ ഉണ്ട്. അപ്പൊ നമ്മുടെ ഒരു പ്രോഫിറ്റും ലോസും ഭയങ്കര ഒരു ടഫാണ് കേട്ടോ ഈ ഒരു സാധനം. ഞാൻ ഇവരുടെ അക്കൗണ്ട് ടോപ്പ് 1 ഫ്യൂച്ചേഴ്സിൽ ഈ ഒരു ESS സ്കോർ വെച്ചിട്ട് ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഭയങ്കര ടഫാണ്. നമുക്കിപ്പോൾ വലിയ പ്രോഫിറ്റോ കാര്യങ്ങളൊക്കെ എടുക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അതേപോലെ തന്നെ അതിനടുത്ത് ഇപ്പോൾ ഒരു $1000 പ്രോഫിറ്റ് എടുക്കുന്നതാണ്, അതിനോടടുത്ത് തന്നെയുള്ള ലോസും എടുക്കുന്നത്. എന്നാലാണ് ആ ഒരു സ്കോർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എക്സ്പോഷർ 1:100 വരുന്നുണ്ട്. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ 1:50 ആണ് ഇവർ എക്സ്പോഷർ കൊടുക്കുന്നത്. ന്യൂസ് ട്രേഡിംഗ് അലൗഡ് ആണ്, കോയിൻ റീഫണ്ട് അവൈലബിൾ ആണ്, വീക്കെൻഡ് ഹോൾഡിംഗ് അലൗഡ് ആണ്. ഫണ്ടറിലേക്ക് വരുമ്പോൾ അത് അലൗഡ് അല്ല. പ്രോഫിറ്റബിൾ ഡേയ്സ് ഇവാലുവേഷൻ സ്റ്റേജിൽ നമുക്ക് 3 days ആണ്. ബാക്കിയെല്ലാം നമ്മൾ ലോ റിസ്ക് 1% 100% പ്രോഫിറ്റ് കിട്ടും. അത് നമ്മൾ നേരത്തെ കണ്ട രീതിയിലുള്ള ഒരു പ്ലാനും കാര്യങ്ങളെല്ലാമാണ് അവർ ഇതിൽ ഉൾപ്പെടുത്തിയേക്കുന്നത്. ഇവർക്ക് സി ട്രേഡർ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമാണ്, എ ബുക്ക് ബ്രോക്കറാണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ലിവറേജ് ഇത്തിരി ഇതാണ്, ഇച്ചിരി ടഫായിട്ടുള്ള ലിവറേജ് ആണ് ഇവർ കൊടുക്കുന്നത്. 1:50 താഴെയുള്ള ലിവറേജ് ആണ് നമുക്ക്. അപ്പോൾ ടോപ്പ് 1 ട്രേഡിനെ സംബന്ധിച്ച് അത്യാവശ്യം നല്ല ലിവറേജ് നമുക്ക് അവിടെ കൊടുക്കുന്നതായിട്ട് കണ്ടു. 1:100 കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ലോ റിസ്ക് എന്ന് പറയുമ്പോൾ ലിവറേജ് വളരെ ഇമ്പോർട്ടൻ്റ്. 1% ക്യാപിറ്റൽ ആണ് ഉപയോഗിക്കേണ്ടത്. അത് ഫണ്ടഡ് അക്കൗണ്ട്സിലേക്ക് വരുമ്പോൾ അതിനനുസരിച്ചിട്ടാണ് പേ ഔട്ടിന്റെ കാര്യങ്ങളെല്ലാം ഇരിക്കുന്നത്. നിങ്ങൾ എടുക്കുന്ന റിസ്കിനനുസരിച്ചിട്ടാണ്. ലോ റിസ്ക് എന്താണ് ഉദ്ദേശിക്കുന്നത്? എലിജിബിൾ ടു പേ ഫണ്ടഡ് അക്കൗണ്ട് ഫ്രം ദ ഫ്യൂച്ചർ പ്രോഫിറ്റ് കാറ്റഗറി റിക്വയർമെന്റ്. അത് ഓരോ റിക്വയർമെന്റ് ഉണ്ട്. 1% ലോ റിസ്കിലേക്ക് വരുമ്പോൾ സ്റ്റോപ്പ് ലോസ് ഓപ്പണിംഗ് ക്ലോസിംഗിൽ നമ്മൾ മസ്റ്റ് ആയിട്ട് ഇടണം. ലോ റിസ്ക് കാറ്റഗറിയിൽ പറയുന്ന ട്രേഡ് എടുക്കുമ്പോൾ തന്നെ സെക്കൻഡ്സ് ഉണ്ടാവും, എന്തായാലും 20 seconds അങ്ങനെയുള്ള ഇതുണ്ടാവും. മാക്സിമം ലോസ് ട്രേഡ് എന്ന് പറയുന്നത് 1% ആണ്. ഡെയിലി ലോസ് നമുക്ക് വരുത്താൻ പറ്റും. റിസ്ക് കാറ്റ് അത് അവർ തന്നെ അനാലിസിസ് അവർ നടത്തും. എന്നിട്ടാണ് നമുക്ക് പേ ഔട്ടിന്റെ കാര്യത്തിലേക്ക് വരുന്നത്. 5% ആണ് മാക്സിമം ഡ്രോ ഡൗൺ വരുന്നത്. ഇനീഷ്യൽ ബാലൻസിന്റെ 5% മാക്സിമം ഡ്രോ ഡൗൺ വരുന്നത്. അപ്പൊ അതൊരു കുറച്ച് ഒന്നുകൂടി ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ നേരത്തെ നോക്കിയപ്പോൾ മാക്സിമം ഡെയിലി ലോസ് ആണ് കേട്ടോ ആ കാണിച്ചത്. ഓവറോൾ ലോസ് നമുക്ക് 10% വരുന്നുണ്ട്. നമുക്ക് ഇവിടെ നമുക്ക് ESS സ്കോർ ആണ് നമുക്ക് വരുന്നത്. ടോപ്പ് 1 ട്രേഡർ ESS ട്രേഡ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആ ഒരു അക്കൗണ്ട് എടുക്കുന്നതിന് മുമ്പ് തന്നെ ടോപ്പ് 1 ട്രേഡർ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ഓരോ റിസ്കിനും ഓരോ പേ ഔട്ടിനും കാര്യങ്ങളിലേക്കും വരുമ്പോഴാണ് ഇതൊക്കെ വരുന്നത്. എലിജിബിൾ ടു പേ ഫണ്ട് കാറ്റഗറി മോഡറേറ്റ് റിസ്കിലേക്ക് വരുമ്പോൾ നമുക്ക് 1:5 മാക്സിമം ലോസ് ആണ് ഉപയോഗിക്കുന്നത്. ഇനി ഹൈ റിസ്ക് ജസ്റ്റ് ഒന്ന് നോക്കിപ്പോൾ 3% മാക്സിമം ലോസ്. മാക്സിമം ഡെയിലി ലോസ് നമുക്ക് 5% ആണ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ലിവറേജ് 1:30. ഹൈ റിസ്കിലേക്ക് വരുമ്പോൾ നമ്മൾ എക്സ്പോഷർ ഇട്ടിട്ട് കൂടുതൽ ട്രേഡ് ചെയ്യുമല്ലോ, അതുകൊണ്ടാണ് ആ ഒരു ഹൈ റിസ്കിന്റെ പാറ്റേണിലേക്ക് വരുന്നത്. അപ്പൊ നമുക്ക് പേ ഔട്ട് കിട്ടുന്ന അല്ലെങ്കിൽ പേ പ്രോഫിറ്റ് കൊടുക്കുന്ന പരിപാടിയും കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരും. ഇവിടെ നമുക്ക് ഒരു ഓഫർ ഈ ഒരു സമയത്ത് ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. ടോപ്പ് 1 ട്രേഡർ ഏകദേശം വേഗോ എന്ന് പറയുന്ന ഒരെണ്ണം എടുക്കുമ്പോൾ ഒരു അക്കൗണ്ട് കൂടി നമുക്ക് കിട്ടും. 2 പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അപ്പൊ നോവ ചലഞ്ചിന്റെ ഒരു ടഫ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി ഇത് നിങ്ങൾ മനസ്സിലാക്കാതെ ഈ ഒരു അക്കൗണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ടോപ്പ് 1 ട്രേഡർ എടുക്കരുത്. എന്താണ് ESS സ്കോർ എന്നുള്ളത് നമുക്ക് നോക്കാം. ലാർജസ്റ്റ് വിന്നിംഗ് ഡേ ഇപ്പൊ ഇവിടെ 400 ആണ് കാണിച്ചേക്കുന്നത്. ഇനി അതിന്റെ ലാർജസ്റ്റ് ലോസിംഗ് ഡേ 350 ആണ് കാണിച്ചത്. ടോട്ടൽ പ്രോഫിറ്റ് അതനുസരിച്ചിട്ടാണ് നമ്മൾ പറയുന്ന ESS സ്കോർ കാൽക്കുലേഷൻ കാര്യങ്ങൾ നടക്കുന്നത്. 400 തന്നെ പ്ലസ് നമുക്ക് 350 എത്തിയിട്ടുണ്ട്. നമുക്ക് ടോട്ടൽ നമുക്ക് 750 ടോട്ടൽ എമൗണ്ടിന് ഡിവൈഡ് ചെയ്യണം. അപ്പൊ നമുക്ക് ഒരു സ്കോർ കിട്ടും 0.02 × 100. അപ്പൊ ESS ഇവിടെ ഇങ്ങനെ ഈ രീതിയിലാണ് ഇത് ESS സ്കോർ കണക്ക് കൂട്ടുന്നത്. അപ്പൊ ഇവിടെ പാസ്സായി അത് നമുക്ക് പേ ഔട്ടിലേക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ വലിയ പ്രോഫിറ്റ് കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇവിടെ.
ഇവിടെ നമുക്ക് ബിലോ നിലനിർത്തുന്നതാണ് കാണുന്നത്. 1200 ടോട്ടൽ പ്രോഫിറ്റ് ലോസ്. അപ്പോൾ ടോട്ടൽ പ്രോഫിറ്റ് 11,000 കാണിക്കുന്നത് തന്നെ ഡിവൈഡ് ചെയ്തു. അത് നമുക്ക് 18% താഴെയാണ് നിർത്തിയേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതും അവർക്ക് പേ ഔട്ടിലേക്ക് എലിജിബിലിറ്റി ഉള്ള ഒന്നാണ്. അപ്പൊ നമ്മളൊരു അഡ്ജസ്റ്റ്മെന്റും നടത്തണം. ടോട്ടൽ പ്രോഫിറ്റ് ഇത്രയും കുറഞ്ഞ 10,000 5,000 വന്നു കഴിഞ്ഞാൽ നമുക്ക് പേ ഔട്ട് കുറച്ച് വീണ്ടും ട്രേഡ് ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യം വരും. ഇനി ഇവിടെ ഒന്നുകൂടി ലോസ് നമുക്ക് അല്ലെങ്കിൽ അലൗഡ് അല്ലാത്തൊരു കാര്യം, നമുക്ക് വിന്നിംഗ് ഡേ നമ്മൾ 500 ഒരു ദിവസം പ്രോഫിറ്റ് എടുത്തു, അതേപോലെ $400 ഒരു ദിവസം ലോസ് വരുത്തി. അപ്പോൾ നമ്മൾ കാൽക്കുലേഷൻ നമുക്ക് ഭയങ്കര ESS സ്കോർ ഭയങ്കരമായിട്ട് വരും. കാരണം എന്താ, ടോട്ടൽ പ്രോഫിറ്റ് വളരെ കുറവാണ്. നമ്മൾ ടോട്ടൽ പ്രോഫിറ്റ് ഇത് കവർ ചെയ്യുന്നുണ്ടെങ്കിൽ ഏകദേശം 5,000-6,000 രൂപ എടുത്ത് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ഈ രണ്ട് പ്ലാനിൽ രണ്ടിലും വ്യത്യസ്തമായിട്ടുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇവിടെ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ $7 50K ആയിക്കോട്ടെ 25K തുടങ്ങിയുള്ള വൺ സ്റ്റെപ്പിൽ $7 കൊടുത്തുവെച്ചാൽ മതി. പിന്നെ ഒരു ഓഫർ കൂടി ഇട്ടിട്ടുണ്ട്, ബോഗോ ഓഫർ കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളും കമ്പാരിസൺ നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇവിടെ നമുക്ക് എമൗണ്ട് കൂടുതൽ വരുന്നുണ്ട്, $149 വരുന്നുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന രീതിയിൽ കൺസിസ്റ്റൻസി ഇല്ല എന്നുള്ളത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ESS സ്കോർ നിങ്ങൾ ഒന്നുകൂടി പഠിക്കുക. വളരെ ടഫായിട്ടാണ് നമുക്കത്. നമ്മൾ ചെറിയൊരു പ്രോഫിറ്റ് ഒക്കെ എടുക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് പേ ഔട്ട് ഇട്ടാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എൻ്റെ ഒരു ഇതിൽ ടോപ്പ് 1 ട്രേഡർ കുറച്ച് നാളുകളായിട്ടുള്ള ഒരു ഫേം ആണെങ്കിൽ കൂടി പ്ലാനിൽ ഒരു കമ്പാരിസൺ നടത്തുമ്പോൾ നമുക്ക് അതിൽ നിന്നും പേ ഔട്ട് എടുക്കുക കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഫണ്ടഡ്